നമ്മുടെ മൊബൈലിൻ്റെ ക്യാമറ ഉപയോഗിച്ച് നമ്മൾ ഒരുപാട് ഫോട്ടോസുകൾ എടുക്കുന്നവരാണ്. നമ്മുടെ കുട്ടികളുടെ ഫോട്ടോസ് എടുക്കും, അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയുടെ ഫോട്ടോസ് എടുക്കും. നമ്മുടെ തന്നെ ഫോട്ടോസുകൾ നമ്മൾ പല തവണ എടുക്കാറുണ്ട്. എന്നാൽ ആ ഫോട്ടോസിൻ്റെയൊക്കെ ഡ്രസ്സുകൾ നമുക്ക് പല കളറിലേക്ക് മാറ്റാൻ സാധിക്കും, അതും ഒരു ആപ്ലിക്കേഷൻ്റെയും സഹായമില്ലാതെ തന്നെ. എങ്ങനെയാണ് ഇതൊക്കെ മാറ്റുന്നത്, എങ്ങനെയാണ് ഷർട്ടിൻ്റെയും പാൻറ്റിൻ്റെയും ഒക്കെ കളർ ചേഞ്ച് ആക്കുന്നത്? വളരെ യൂസ്ഫുള്ളാണ്. വളരെ ഒരൊറ്റ ക്ലിക്ക് കൊണ്ട് തന്നെ നമുക്കിതൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും. എങ്ങനെയാണ് ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ ഇത് ചെയ്യുന്നത് എന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നമ്മളൊരു വെബ്സൈറ്റാണ് ഉപയോഗിക്കുന്നത്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ എത്തിച്ചേരാവുന്നതാണ്. നമുക്ക് ആ വെബ്സൈറ്റ് ഒന്ന് തുറന്നു നോക്കാം. വെബ്സൈറ്റ് തുറക്കുമ്പോൾ ഇങ്ങനെ ആ ഒരു സൈറ്റിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇവിടെ സൈനപ്പ് എന്നും ലോഗിൻ എന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു സൈറ്റ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ സൈനപ്പ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സൈനപ്പ് നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു മെയിൽ ഐ ഡിയും പാസ്വേഡും നിങ്ങൾക്കിവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവിടെ പാസ്വേഡും മെയിൽ ഐ ഡിയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിലിലേക്ക് ഒരു വെരിഫൈ മെയിൽ നിങ്ങൾക്ക് വരും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ വെരിഫൈ ചെയ്യുക. അതിനുശേഷം വീണ്ടും ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫോൺ നമ്പർ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ടാകും. നിങ്ങൾക്ക് സാധാരണ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഫോൺ നമ്പർ നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അതിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഉണ്ടോ ഇല്ലേ എന്ന് ചോദിക്കും. അന്നേരം നിങ്ങൾ വാട്സപ്പ് ഉണ്ടെങ്കിൽ യെസ് എന്ന് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്താൽ മതി. ഉടനെ നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. OTP ഇതാ ഇങ്ങനെയായിരിക്കും വരിക. ഞാൻ വാട്സപ്പ് തുറന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് OTP വരിക. ഈ OTP നമ്പർ നിങ്ങൾ ഈ ഒരു സൈറ്റിൽ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇതുപോലെ ഓപ്പണായിട്ട് വരും. ഇപ്പോൾ ഇങ്ങനെ ഒരു സൈറ്റ് നിങ്ങൾക്ക് ഓപ്പണായിട്ട് വരും. ഞാനിപ്പോൾ ഓൾറെഡി ലോഗിൻ ചെയ്തതായതുകൊണ്ട്, അതായത് സൈനപ്പ് ചെയ്തതായതുകൊണ്ട് എനിക്ക് ഈ സൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇവിടെ അപ്ലോഡ് ഇമേജ് എന്നും അതുപോലെ തന്നെ സർപ്രൈസ് മീ എന്നൊക്കെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. നിങ്ങളിവിടെ അപ്ലോഡ് ഇമേജ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഇതിപ്പോൾ ഞാൻ ഓൾറെഡി എഡിറ്റ് ചെയ്ത ഫോട്ടോസുകളൊക്കെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ ഞാൻ ഇതിൽ നിന്നും എഡിറ്റ് ചെയ്തതാണ്. ഞാൻ അതേ ഫോട്ടോ തന്നെ ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ ഡണ്ണ് കൊടുക്കുകയാണ്. ഡണ്ണ് കൊടുത്തു. ഇത് ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. നമുക്ക് ക്രോപ്പ് ചെയ്ത് കറക്റ്റാക്കിയതിന് ശേഷം താഴെ നിങ്ങൾക്ക് ക്രോപ്പ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് ഇമേജ് എന്നും ജനറേറ്റ് വാരിയേഷൻസ് എന്നും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. എഡിറ്റ് ഇമേജ് എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏത് ഭാഗമാണ് നിങ്ങൾക്ക് കളർ ചേഞ്ച് ചെയ്യേണ്ടത് ആ ഭാഗം നിങ്ങളിവിടെ ഇങ്ങനെ മായ്ച്ചു കൊടുക്കുന്ന മാതിരി, അതായത് കറക്റ്റൊന്നും ചെയ്യേണ്ട കേട്ടോ, ഏകദേശം ഒന്നിങ്ങനെ വരച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ഷർട്ട് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ക്യാപ്പ് ഇട്ടിട്ടുണ്ട്. ക്യാപ്പും കൂടി ഞാനൊന്ന് വരച്ചു കൊടുക്കുകയാണ്. നോക്കാമല്ലോ നമുക്ക് ക്യാപ്പും കൂടി മാറുമോ എന്നുള്ളത്. ഞാനതും കൂടി വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഒരു എന്തെങ്കിലും എഴുതി കൊടുക്കുക. ഞാനിപ്പോൾ കളർ ചേഞ്ചിങ് എന്ന് ഇവിടെ എഴുതി കൊടുക്കുകയാണ്. കളർ ചേഞ്ച് എന്ന് ഞാനിവിടെ എഴുതി കൊടുത്തു. അതിനുശേഷം ഇവിടെ ജനറേറ്റ് എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത് കളറ് മാറി വരുന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ അപ്ലോഡ് ആകുന്നത് നിങ്ങൾക്കിവിടെ പ്രോഗ്രസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ആ സ്റ്റാറ്റസ് ബാർ ഇങ്ങനെ അങ്ങോട്ട് നീങ്ങുന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും. അത് അപ്ലോഡായി വരികയാണ്. ഇതിൻ്റെ ഒറിജിനൽ ഫോട്ടോവും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 3-4 ഫോട്ടോസുകളും അവർ ക്രിയേറ്റ് ചെയ്തു തരും. ഇപ്പോൾ ഒറിജിനൽ ഫോട്ടോ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ താഴെയായിട്ട് ആ ഒരു ക്യാപ്പിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ നോക്കിയാൽ ഇതിപ്പോൾ ഒറിജിനൽ ഫോട്ടോ ഇതാണ്. ഇപ്പോൾ ഞാൻ ജനറേറ്റ് ചെയ്ത, അതായത് മാറ്റിയ ഫോട്ടോ ഒരു ടീഷർട്ട് പോലെ എൻ്റെ ഷർട്ട് മാറിയിട്ടുണ്ട്, ക്യാപ്പിൻ്റെ കളർ മാറിയിട്ടുണ്ട്. അടുത്തത് നോക്കിയാൽ ഡബിൾ കളറായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ടീഷർട്ടിൻ്റെ കളറ് ബ്ലാക്ക് ആയിട്ടുണ്ട്. ഇവിടെ ക്യാപ്പ് ഡബിൾ കളറായിട്ടുണ്ട്. അതുപോലെ തന്നെ കോളറിൻ്റെ കളറ് ചേഞ്ച് ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഓരോ ഫോട്ടോസ് ഇതിങ്ങനെ നോക്കിയിട്ട് ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം ഒരു ഡൗൺലോഡിൻ്റെ ചിഹ്നം. ആ ഡൗൺലോഡിൻ്റെ ചിഹ്നം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കിവിടെ ഗാലറിയിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഡൗൺലോഡ് വരും.
ഡൗൺലോഡ് വന്നു കഴിഞ്ഞാൽ ഡൗൺലോഡ് കൊടുത്താൽ മാത്രം മതി. ഇത് നിങ്ങളുടെ ഗാലറിയിലേക്ക് ഡൗൺലോഡായി വരും. നമുക്ക് ഗാലറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്ത ഫോട്ടോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫോട്ടോസുകളും ഒരു ആപ്ലിക്കേഷൻ്റെ സഹായവുമില്ലാതെ തന്നെ ഈ ഒരു വെബ്സൈറ്റിലൂടെ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഡ്രസ്സിൻ്റെ ഏത് കളറും പല ഡിസൈനിലും പല കളറിലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, യൂസ്ഫുള്ളായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത അവസരത്തിൽ നമുക്ക് നല്ലൊരു വീഡിയോയുമായി നല്ലൊരു അറിവുമായി വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.